IPL രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ. എന്നാൽ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ മാസം 12-ന് തിങ്കളാഴ്ച രാത്രി ചെന്നൈയിലേക്ക് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്നാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. റോയൽസോ സഞ്ജുവോ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും മലയാളി താരം പരിക്കിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനായ എന്നാണ് അടുത്ത വൃത്തങ്ങൾ പുറത്തറിയിക്കുന്നത്. CSKയുടെയും റോയൽസിന്റെയും പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇതിനോടകം തന്നെ അസ്തമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ ജയിച്ച് സീസൺ അവസാനിപ്പിക്കുകയാവും ഇരു ടീമുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെന്നൈക്കെതിരായ ഈ മത്സരങ്ങളിൽ കളിക്കുകയാണെങ്കിൽ സഞ്ജുവിൽ നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് കാണാനിടയില്ല. കളിയിൽ അദ്ദേഹം ഫ്ലോപ്പായി മാറാനുള്ള സാധ്യത കൂടുതലാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന്റെ കാരണം എന്താണെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. IPL ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ സഞ്ജു സാംസന്റെ വളരെ മോശം റെക്കോർഡാണ് അദ്ദേഹം വരാനിരിക്കുന്ന കളിയിലും ഫ്ലോപ്പായേക്കുമെന്നുള്ളത് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത്. ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ CSKയുടെ മഞ്ഞപ്പടയ്ക്കെതിരെ സഞ്ജുവിന്റെ ബാറ്റ് തീ തുപ്പിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്കെതിരെ മാത്രം അദ്ദേഹത്തിന് ബാറ്റിംഗിൽ പതറിയതെന്ന് വ്യക്തമല്ല. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇതുവരെ 16 മത്സരങ്ങളിലാണ് സഞ്ജു കളിച്ചിട്ടുള്ളത്. ഇതിൽ 15 ഇന്നിംഗ്സുകളിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഇവയിൽ പക്ഷെ നേടാനായത് വെറും 229 റൺസ് മാത്രമാണ്. അതായത് 15.26 എന്ന വളരെ മോശം ശരാശരി. ഒരേ ഒരു 50 മാത്രമേ 15 ഇന്നിംഗ്സുകളിൽ സഞ്ജുവിന് സ്വന്തം പേരിൽ കുറിക്കാൻ സാധിച്ചുള്ളൂ. 3 മത്സരങ്ങളിൽ അദ്ദേഹം ഡെക്കാവുകയും ചെയ്തു. 209 ബോളുകളാണ് CSKക്കെതിരെ സഞ്ജു ആകെ നേടിയിട്ടുള്ളത്. ഇവയിൽ 113.93 എന്ന മോശം സ്ട്രൈക്ക് റേറ്റുമാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുള്ളത്. 13 വീതം ഫോറുകളും സിക്സറുകളും മാത്രമേ സഞ്ജു ആകെ നേടുകയും ചെയ്തിട്ടുള്ളൂ. ഇത്രയും മോശം റെക്കോർഡ് പരിഗണിക്കുമ്പോൾ സഞ്ജുവിൽ നിന്നും ഇത്തവണയും വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒന്നുകിൽ ഡെക്കോ അല്ലെങ്കിൽ 10-ൽ താഴെ റണ്ണെടുത്തോ അദ്ദേഹം പുറത്താകാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരാധകർ വ്യക്തമാക്കി. ഈ സീസണിലെ IPL ഇതിനകം കളിച്ച 7 മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിനായി ഓപ്പണിംഗിലാണ് സഞ്ജു സാംസൺ ഇറങ്ങിയത്. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അദ്ദേഹത്തെ ഓപ്പണറായി കാണാൻ സാധിക്കില്ല. കാരണം സഞ്ജുവിന്റെ പകരക്കാരനായി എത്തിയ കൗമാര താരം വൈഭവ് സൂര്യവംശി റെക്കോർഡ് സെഞ്ചുറി അടക്കം നേടി തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. 14-കാരനായ താരത്തെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റാതെ അതേ പൊസിഷനിൽ വളർത്തിയെടുക്കാനിരിക്കും റോയൽസിന്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ സഞ്ജു ഓപ്പണിംഗ് വിട്ട് പഴയ ബാറ്റിംഗ് പൊസിഷനായ 3-ലേക്ക് മടങ്ങിപ്പോയേക്കുമെന്നും പറയുന്നു. നേരത്തെ അദ്ദേഹം തന്റെ കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളതും 3-ാം നമ്പറിൽ തന്നെയാണ്. ഈ സീസണിൽ 7 മത്സരങ്ങളിലാണ് സഞ്ജുവിന് ഇതിനകം തന്നെ കളിക്കാൻ സാധിച്ചത്. ഇവയിൽ നിന്നും 37.33 ശരാശരിയിൽ നിന്നും 143.58 സ്ട്രൈക്ക് റേറ്റിൽ 224 റൺസും സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു 50 ഉൾപ്പെടെയാണ് ഇതിനകത്തുള്ളത്. കഴിഞ്ഞ മാസം ഡൽഹി ക്യാപ്റ്റൻസിനുമായുള്ള കളിയിൽ ബാറ്റിങ്ങിനിടെയാണ് അദ്ദേഹത്തിന്റെ വാരിയലിന്റെ താഴെ ബോൾ തട്ടി പരിക്കേറ്റത്. അതിനുശേഷം തുടർച്ചയായി 5 മത്സരങ്ങളിൽ സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വരികയും ചെയ്തു.